58ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കോഴിക്കോടിന് 895 പോയിന്റുമായാണ് കോഴിക്കോട് കലാകിരീടം സ്വന്തമാക്കിയത്. ഇത് 12ാം തവണയാണ് കോഴിക്കോട് കിരീടം നേടുന്നത്. 893 പോയിന്റുമായി പാലക്കാടാണ് രണ്ടാം സ്ഥാനത്ത്. ദീപകുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന് ദീപക്, വീണ്ടും കോഴിക്കോടേക്ക് തന്നെ കലാകിരീടം വരുന്നു. വലിയ ആവേശത്തിലാണോ അവിടെയുള്ള മത്സരാർത്ഥികൾ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 895 പോയിന്റാണ് കോഴിക്കോട് നേടിയിരിക്കുന്നത്. മത്സരഫലങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, ഹയർ അപ്പീലുകൾ കൂടി ഇനി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരേണ്ടതുണ്ട്. 895 പോയിന്റുമായി 12ാം തവണയും കോഴിക്കോട് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. 893 പോയിന്റുമായി 2 പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാട് ജില്ല തൊട്ടുപിറകിൽ തന്നെയുണ്ട്. ഹയർ അപ്പീലുകളുടെ കാര്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു. ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രമേൽ ആവേശകരമായിരുന്നു മത്സരം. ഇന്ന് ആകെ നടന്ന മത്സരങ്ങളിൽ നാടോടി നൃത്തവും അതുപോലെ തന്നെ മോണോ ആക്ട്, മിമിക്രി തുടങ്ങിയ മത്സര ഇനങ്ങളുടെ ഫലങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഇന്നലെ മുതൽ തന്നെ രണ്ട് ജില്ലകളും തമ്മിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണയും വലിയ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചെറിയ മാർജിനിൽ തന്നെയാണ് ഇത്തവണയും കോഴിക്കോട് വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഏതാണ്ട് സമാപന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സ്റ്റേജിന് സജ്ജീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സദസ്സ് ഏതാണ്ട് പൂർണ്ണമായും ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട് നിന്നുള്ള കലാകാരന്മാർ ചിലയിടങ്ങളിലൊക്കെ അവരുടെ സന്തോഷം പങ്കുവെച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലാണ് കലോത്സവ വേദിയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഏതായാലും ഇനി ഹയർ അപ്പീലുകൾ കൂടി പരിഗണിച്ച് കോഴിക്കോടിന് കിരീടം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നിന്നൊരു മാറ്റമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. എത്ര അപ്പീലുകൾ പരിഗണിക്കാനുണ്ട് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്? സായ്കുമാർ, ആ കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പാലക്കാടിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ ഭാഗത്തു നിന്നും ഹയർ അപ്പീലുകൾ ഇനിയും പരിഗണിക്കാനുണ്ട്. അത് പരിഗണിച്ചാൽ പോലും കോഴിക്കോടിന് തന്നെയായിരിക്കും വിജയം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, എന്തായാലും ഇനി ഹയർ അപ്പീലുകളുടെ ഇത് മാത്രമാണ് വരാനുള്ളത്. കോഴിക്കോട് കിരീടം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സമാപന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. പ്രതിപക്ഷ നേതാവാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ദീപക്, എന്തായാലും വലിയ ആഹ്ലാദ പ്രകടനം കോഴിക്കോടിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. തുടർച്ചയായ 12ാം തവണയാണ് അവർ കിരീടത്തിലേക്ക് അടുക്കുന്നത്. കിരീടം ഉറപ്പിച്ചു കഴിഞ്ഞ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ തന്നെയല്ലേ കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാഗത്ത് നിന്ന് അവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഫോട്ടോഷൂട്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക് മുഴുകിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ കലോത്സവ വേദിക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. അവർ അത്തരത്തിൽ സന്തോഷം പങ്കുവെച്ചു തുടങ്ങിയിരിക്കുന്നു. 12ാം തവണയും ആ ആധിപത്യം ഉറപ്പിക്കാനായി തൃശ്ശൂർ ജില്ലയിൽ, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടും കലാകിരീടം ഇത്തവണയും കലാകിരീടത്തിൽ മുത്തം വയ്ക്കാനായി എന്നുള്ള രീതിയിലാണ് കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതികരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ആഘോഷങ്ങൾ നടക്കുന്നു. പാലക്കാട് ജില്ല ഇപ്പോഴും ചെറിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാണ് പാലക്കാട് ജില്ലാ ടീം അംഗങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഹയർ അപ്പീലുകളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും കോഴിക്കോട് ജില്ല അവരുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവ വേദിയിൽ ഈ ഒരു നിമിഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ ആവശ്യം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അത് എത്ര മണിയോടുകൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംഘാടകർ ഒരു മറുപടി നൽകുന്നുണ്ടോ ദീപക്? ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത് 4 മണിയോടുകൂടി സമാപന സമ്മേളനം ആരംഭിക്കും എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴും സദസ്സ് പൂർണ്ണമായും ആളുകൾ നിരന്നിരിക്കുന്നു സദസ്സിൽ. പക്ഷേ വേദിയിൽ അവിടെ സജ്ജീകരണങ്ങൾ തുടങ്ങിയതേയുള്ളൂ. മൃദംഗം ഉൾപ്പെടെ വാദനം അവിടെ നടക്കാനുണ്ട്, കലാപരിപാടികൾ നടക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രി VS സുനിൽകുമാർ, വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് തുടങ്ങിയവർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം ഉണ്ടാവുക. ആ സമാപന സമ്മേളനത്തിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. റൈറ്റ്, ദീപകാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജേതാക്കളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കോഴിക്കോട് ഏതാണ്ട് കിരീടം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഹയർ അപ്പീലുകളുടെ ഫലങ്ങൾ മാത്രമാണ് അറിയാനുള്ളത്. അത് പുറത്തു വന്നാൽ പോലും
കോഴിക്കോടിന് തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.